MLA ശ്രീ രാജൻ ബല്ലനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ത്യയിലെ നൃത്തരംഗത്ത് തന്നെ വളരെ സീനിയറായിട്ടുള്ള സുപ്രസിദ്ധ നർത്തകി ആയ പത്മഭൂഷൺ ശ്രീമതി ശാന്ത ധനഞ്ജയൻ മുഖ്യ അതിഥിയാണ്. കൂടാതെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ബഹുമുഖ പ്രതിഭകൾ സംബന്ധിക്കും. സമാപന ചടങ്ങിന് ശേഷം ശ്രീ ഷഫീഖുദ്ദീൻ നൃത്ത സംവിധാനം നിർവഹിച്ച വാഗേയകാര വീരചിത്തം കൃഷ്ണവൈഭവം എന്ന ഭരതനാട്യ നൃത്താവിഷ്കാരം അരങ്ങേറി. പരിപാടിയുടെ വിശദ വിവരങ്ങൾ ബ്രോഷർ അടങ്ങിയ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. പ്രസ്തുത പരിപാടി സഹൃദയ ജനങ്ങൾ അറിയുന്നതിന് വേണ്ടി വാർത്താ പ്രാധാന്യം നൽകണമെന്നും ഓഗസ്റ്റ് 8-ാം തീയതി ഈ പരിപാടിയിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളു. ക്യാഷ് പ്രൈസ് അല്ല, മൊമെന്റ് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഉസ്നാബാനു ടീച്ചർ 50 വർഷം മുമ്പിലത്തെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അന്നത്തെ കാലത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഏറ്റവും കുറവ് നൃത്തരംഗത്തുണ്ടായിരുന്ന ഒരു സമയത്താണ് ടീച്ചർ അതിലേക്ക് കടന്നു വരുന്നത്. അപ്പം 50 വർഷം അവരത് കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ അവിടെ പഠിച്ച കുട്ടികളുടെ രക്ഷിതാക്കളാണ് ഞങ്ങളൊക്കെ. അപ്പം ഞങ്ങളൊക്കെ കൂടി ഒരു ഉപഹാരം കൊടുക്കുന്നത്. പിന്നെ ടീച്ചറുടെ മരുമകൻ കൂടിയാണ് ഷഫീഖുദ്ദീൻ, മകളുടെ ഭർത്താവാണ്. അതാണ് ഇദ്ദേഹത്തിനും കൂടി അദ്ദേഹത്തിനാണ് 26-ലെ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് ഏകദേശം ഈ പ്രോഗ്രാം 4:30 മണിക്ക് സാധാരണ ഇനോഗ്രൽ ഫംഗ്ഷൻ കഴിഞ്ഞ ഒരു 7 o'clock സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 500-600 പേര് പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ശ്രീശങ്കര ഹാളിലാണ് നമ്മളത്, MG റോഡിലുള്ള ശ്രീശങ്കര ഹാളിലാണത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നൃത്താവിഷ്കാരത്തിന് 15 സ്റ്റുഡൻസ് ആണ്. മാഷുടെ ഒരു സീനിയർ ലെവലിലുള്ള ഒരു 15 കുട്ടികളാണ് ഈ നൃത്താവിഷ്കാരത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഈ ഷഫീഖുദ്ദീൻ്റെ വൈഫ് ഷബാന ഷഫീഖുദ്ദീൻ വലിയൊരു നർത്തകിയാണ്. അവരും ഈ 15 പേരിൽ ഏറ്റവും പ്രധാന റോളിൽ അവരും വരുന്നു. രാമദാസ് നമ്പ്യാർ, പരമേശ്വരൻ വാഗയിൽ, നന്ദൻ വാഗയിൽ സ്വാമിയാണ് ചെയർമാൻ. സ്വാമിയുടെ 2 കുട്ടികള് തൃശ്ശൂർ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മനസ്സിലായി. അതില് രാമദാസ് നമ്പ്യാരുണ്ട്, പിന്നെ 2 ലേഡീസ് താഴെ കണ്ടില്ല. അവര് മിനി രാജൻ, രഞ്ജിത. അപ്പൊ എല്ലാവരും സഹായം എന്തെങ്കിലും. ഓക്കെ. അപ്പൊ പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളെയും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്ത് ആ പരിപാടി വൻ വിജയമാക്കി തീർക്കണം. നിങ്ങളുടെ പത്രമാധ്യമങ്ങളിൽ ഇതിന് വലിയൊരു പ്രചാരം കൊടുത്ത് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക. നന്ദി, നമസ്കാരം.